ഇതാണ് ഗോപാലട്ടൻ പറഞ്ഞ സെക്യൂരിറ്റി പട്ടാളത്തിലുണ്ടായിരുന്ന രാമനാഥൻ. ഗോപാലട്ടൻ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. എന്നാ വാ. ഗോപാലേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ഇന്ന് കൊട്ടാരക്കരയായിരുന്നു ഡ്യൂട്ടി, കഴിഞ്ഞില്ല. എന്നെ വിളിച്ചിരുന്നു. ഈ സെക്യൂരിറ്റി പണിയൊക്കെ ആദ്യമായിട്ട് ചെയ്യല്ലേ? അതെ സാർ. സ്വന്തം സ്ഥാപനം പോലെ നോക്കിയോ. ശരി സാർ. എന്നാ ശരി, എന്നാ നാളെ കാണാം. ഓക്കെ സാർ. വേണോട്ടാ, പിന്നെ നമ്മുടെ റൂമിലെ ഫാൻ കംപ്ലൈന്റാ. പിന്നെ പുതിയ ഫ്രിഡ്ജ് എന്തായാലും വാങ്ങിക്കണം വേണോട്ടാ. അമ്മ കാശിന്റെ കാര്യം ചോദിച്ചിട്ട് വിളിച്ചോണ്ടിരിക്കുക. പിന്നെ വാടക കുടിശ്ശിക അത് അടയ്ക്കണ്ടേ? അയാൾ ഇന്നലെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. കുടിക്ക്. നീ എന്നെ കുടിച്ചോ? എത്രയും പറഞ്ഞ് ക്ഷീണിച്ചല്ലേ? കുടിച്ചോ വേണോട്ടാ. കുഞ്ഞിന് ചോറെന്താന്ന് വെച്ച് എടുത്ത് വെച്ചോ. പോയെ പോയെ പോയെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആഴ്ച ഫുൾ നൈറ്റാ? ഇന്ന് രാത്രി പെട്രോളിംഗ് ഞാൻ തന്നെയായിരിക്കും. പുതിയ സിഎയാ. അപ്പൊ ഒന്ന് പരിചയപ്പെടണമല്ലോ. ഞാൻ ചെല്ലട്ടെ, ആളെ തിരിച്ചു കൊടുക്കട്ടെ. എന്നാടാ, ഇനി അങ്ങ് ചെന്നിട്ട് തരാം. ഓ അമ്മ, പോയിന്റ് നോക്ക്. കറക്റ്റ് പോയിന്റ് തന്നെയല്ലേടാ. ഒന്ന് നോക്കണായിരുന്നു. മുത്തേ, ഒരു ബില്ല് കൂടെ ഉടായിപ്പ് കാണിക്കാതെ പോയാ ഒരു 200 എടുത്താടാ. നിങ്ങൾ എന്റെ പണി കളയും. മക്കളൊക്കെ വെളിയിലല്ലേ അണ്ണാ? അതുകൊണ്ട് എനിക്കെന്താ ഗുണം? അത് കൊള്ളാം. നിങ്ങൾ കൂടെ അങ്ങ് പോയിക്കൂടെ? എന്തിന്? നിന്നെ പോലൊരു സെക്യൂരിറ്റി ജോലിയും ചെയ്ത് എനിക്കവിടെ ജീവിച്ചൂടെ? ടീച്ചർ സാറേ, ഉണ്ണിയേട്ടെന്താ അവിടെ? സപ്ലൈകോല് വന്നാണോ? എന്റെ ജോലിയുടെ കാര്യം. എന്റെ ജോലിയുടെ കാര്യം ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഉണ്ണിയേട്ടാ, ഇവിടെ ഞാൻ മിലിറ്ററിക്കാരെ മാത്രമേ എടുക്കാറുള്ളൂ. ബുദ്ധിമുട്ടാവും. എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം സാറേ. മിലിറ്ററി അല്ലാത്ത രാമനാഥിന് സെക്യൂരിറ്റി ജോലി ആയില്ലേ? അതുപോലെ എന്തെങ്കിലും. ആര് പറഞ്ഞു രാമേട്ടൻ മിലിറ്ററി അല്ലാന്ന്? 20 വർഷമായിട്ട് രാമേട്ടൻ മിലിറ്ററിയിലുള്ള ആളാ.
ജവാനല്ലാന്ന് മാത്രം, ചീഫ് കുക്കായിട്ട്. പിന്നെ അത് മാത്രമല്ല, എന്റെ ഈ ഏജൻസിയില് കഴിഞ്ഞ 3 വർഷമായിട്ട് ബെസ്റ്റ് സെക്യൂരിറ്റിയാ ഈ രാമേട്ടൻ. വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. എന്തെങ്കിലും ഒരു വളരെ ഉപകാരമായിരിക്കും. ഒരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിഞ്ഞ് വാ. സെക്യൂരിറ്റി അല്ല, വേറെ എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ. ശരി സാറേ, എന്നാ ശരി. രാമേട്ടോ പോരാടാ. तेरी भीगी भीगी सी पलकों में हूँ. ആ ഭർത്താവേ. ആ LIC-യിലാണോ? എന്ത് പറ്റി പ്രാവശ്യം ലേറ്റ് ആയി പോയത്? വീട്ടിലെത്തി അത്യാവശ്യം ഉണ്ടായിരുന്നേ, ആ അതാ വൈകിയേ. ആ ഞാന് രാമേട്ടനോടൊരു കാര്യം പറയാതിരിക്കായിരുന്നു. എന്താ സാർ? നമ്മുടെ ഈ സേഫ് സെക്യൂരിറ്റി സർവീസിന്റെ ബെസ്റ്റ് സെക്യൂരിറ്റി ഓഫീസറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെ പറ്റിയാ. ആ ലിസ്റ്റില് രാമേട്ടനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ജോണി, പിന്നെ ബൈജു. രാത്രി വരെ ആലോചിച്ചു. രാത്രി ഒരു 12 മണിയായപ്പോൾ ഞാൻ തീരുമാനിച്ചു അത് രാമേട്ടൻ തന്നെയാ. സന്തോഷമായില്ലേ? വലിയ സന്തോഷമാണ് സാർ. കഴിഞ്ഞ 2 പ്രാവശ്യം കിട്ടാത്തോണ്ട് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു. പക്ഷെ ചെറിയ പരിപാടിയല്ല കേട്ടോ. 15ാമത്തെ വർഷമല്ലേ, തകർക്കണം. തകർക്കാം സാർ. പുതിയ കഥ വല്ലതും ഉണ്ടോ സാറിന് പറയാൻ? ആ ഞാൻ ആ 95-96 കഥയൊക്കെ പറയാന്ന് വിചാരിച്ചാ. അത് പറയണം സാർ. പറ്റിയ അത് സിനിമയാക്കണം സാർ. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ശരിയാ. ഞാൻ നമ്മുടെ മേജറിനോട് ചോദിച്ചിരുന്നു, പുള്ളി എടുക്കുന്നില്ല. അയ്യോ. എന്താണോ? തിരിച്ചു വിളിക്കും. വിളിക്കും. വിളിക്കാതിരിക്കില്ല. ഉറപ്പാ. പിന്നെ പുതിയ സെക്യൂരിറ്റിക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ആ ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ ഒരു 3000 രൂപ കൂടുതൽ കിട്ടും. ഞാൻ ആ കമ്പനിയോട് സംസാരിക്കട്ടെ രാമേട്ടന് വേണ്ടി. അയ്യോ, എനിക്ക് വേണ്ട സാർ. ഞാനിപ്പോ ചെയ്യുന്നിടം തന്നെ മതി. ആ ജോബി സാറും അവിടുത്തെ ജീവനക്കാരും ഒക്കെ ആയിട്ട് എനിക്ക് അത്രയ്ക്കൊരു ബന്ധമായി പോയി സാർ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, ഞാനിന്ന് ഇറങ്ങുവാ. ആയിക്കോട്ടെ, സമയായി. ആയിക്കോട്ടെ. വരുന്നു. അപ്പൊ ഒന്ന് വേഗം വാ. ചീപ്പ് എവിടെ? ക്രിസ്മസ് ഗിഫ്റ്റ് മേടിച്ചു തിരിഞ്ഞേക്ക്. എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടും. വന്നു. അച്ഛനമ്മ വരുമോ സ്കൂളില് ക്രിസ്മസ് പരിപാടിക്ക്? ഇന്നും ബാക്കി വെക്കരുത്. വേണുവേട്ടാ, നിശ്ചയം അങ്ങ് അടുക്കാറായി. അമ്മയാണെങ്കിൽ വിളിയോട് വിളിയാ. ഒന്ന് അടങ്ങ്, അത് ശരിയാക്കാനാ ഞാൻ ഈ പോകുന്നത്. അണ്ണാ, കഴിക്കുന്നോ? എന്തോ കഴിക്കാനുള്ളേ? ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശ. അണ്ണാ, മറ്റേ കഥ മറക്കല്ലേ? ഇല്ലല്ല, സനയം തുണി എടുക്കുന്നതല്ലേ? ശ്രേയ കിട്ടിയേ. എന്ത് അമ്മ ടാറ്റാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാ വാ.
ഇത് നടക്കില്ല വേണോ? രേഖപ്രകാരം ഇത് പുരയിടമല്ല, നിലവാ. ആകെ 3 സെന്റ് സ്ഥലമേ ഉള്ളൂ. തന്നെ വല്ല വഴിയുമില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താ. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്ത. ഇതെങ്ങനെ ശരിയാക്കാനാ വേണു? ഈ ആധാരം വെച്ചിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. എനിക്ക് തന്നെയല്ല, ഒരു ജപ്തി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടില്ല. നിനക്ക് ഈ എടുക്കൽ പരിപാടിയല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ലേ? നീ ഇതൊക്കെ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും മാർഗം നോക്ക്. നിന്റെ ആ ചെന്നൈ ഹോട്ടലിലെ പരിപാടിക്ക് എന്തേ? എടാ അതൊക്കെ ആ വെള്ളപ്പൊക്കത്തിൽ പോയില്ലേ? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്റെ. ശരിയെന്നാ. എന്തായി? ഞാൻ വല്ല ഇല്ല, ഒപ്പിടാൻ നടക്കൂല. ഇല്ല, നിലവാ നടക്കൂല. വീണു. എടാ ഒന്നുകൂടെ. ഈ നിലമെന്തോ സ്ഥലമല്ല. ഇത്ര കടവും കടപ്പാടുമായിട്ട് ഇരിക്കുന്ന നീ എന്തിനാണ് ഈ നിശ്ചയ ചെലവും കൂടെ എടുത്ത് തലേ വെക്കുന്നേ? എന്റെ പൊന്നു തൊത്തിയണ്ണ, അവളുടെ ആ മൂശയുടെ അമ്മയുടെ ഞാനൊരു 2 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. അതും അവളുടെ കയ്യിലുള്ള കുറച്ച് സ്വർണം കൂടെ ചേർത്താണ് ഞാൻ ആ ചെന്നൈയിലുള്ള കട കയറി വാങ്ങിച്ചത്. മൊത്തം വെള്ളത്തിൽ പോയി. കഷ്ടകാലം എന്ന് പറഞ്ഞ. ആ നിശ്ചയം അടുത്ത് വന്നില്ലേ? ഇനി എന്താ ചെയ്യുന്നേ? ഏത് സമയവും വിളിയാണ്. നോക്ക്, എടുക്കെടുക്കെടുക്ക പിണക്കണ്ട. എന്താടി? ആ വേണുവേട്ടാ, ഇവിടെ അമ്മയും കല്യാണിയും എല്ലാരും വന്നിട്ടുണ്ട്. അവരെന്തിനാടി ഇപ്പോഴേ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? വിഷ്ണുമോഹനുണ്ട്. വേണുവേട്ടൻ പെട്ടെന്ന് വരണേ. പിന്നെ അമ്മയ്ക്ക് എന്തോ വേണുവേട്ടൻ്റെ അടുത്ത് സന്തോഷ വാർത്ത പറയണ്ടെന്ന്. ബിരിയാണി ആ പിന്നെ ബിരിയാണി വേണം. എന്ത്? എല്ലാവർക്കും ബിരിയാണി കഴിക്കണമെന്ന്. ഒരു 4 ബിരിയാണി കൊണ്ടുവരണേ. ചിക്കൻ ആ ചിക്കൻ മതി, ചിക്കൻ. ചിക്കൻ ബിരിയാണി നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാടേ. ഇയാൾ പറ. എത്ര? 4 എണ്ണം മതി. ഹലോ, കേട്ടോ? ആ ശരി. പെട്ടെന്ന് വരണേ. നിങ്ങളുടെ ഉണ്ടോ? 4 എണ്ണം. 4 എണ്ണമല്ലേ? വാ. ഇയാളോ അടേ. അവൻ എന്നാ മോളെ ഇനി ചെന്നൈക്ക് പോകുന്നേ? വന്നിട്ട് കുറെ നാളായില്ലേ? അത് ഒരു 2-3 മാസത്തില്. ഈ വീടിന് 10,000 രൂപ വാടക കൂടുതലല്ലേ മോളെ? അമ്മ ഈ ഏരിയയില് 10,000 കുഴപ്പമില്ല. വേണുവിന്റെ പഴയ വീട് പുതുക്കി പണിയുമല്ലേ? പണി എന്ന് കഴിയും? കുറച്ച് സമയമെടുക്കും. വീടല്ലേ. നമ്മുടെ പഴയ ഫർണിച്ചർ ഒന്നും കാണുന്നില്ലല്ലോ മോളെ. ആ ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് ഇല്ലായിരുന്നോ? എൻ്റെ അമ്മേ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാനേ ഇത് കൊടുത്തിട്ട് വരാം. ഇതെന്തോ നടക്കലാടാ. ആ ഞാൻ ചോദിക്കാൻ മറന്നു. ഇന്നലെ എന്തു പറ്റി? അമ്മയും കൊണ്ട് ആശുപത്രി പോയെന്ന് പറയുന്നത് കേട്ടു. അയ്യോ, അതൊന്നും പറയാണ്ടിരിക്കുന്നില്ല ഏട്ടാ. രാവിലെ പുറത്തേക്ക് പോകുമ്പോ അമ്മ സോഫി കിടക്കുന്നുണ്ടായി. ഉച്ചക്ക് വരുമ്പോ അതേപോലെ. അമ്മ വിളിച്ച പിന്നെ മിണ്ടുന്നൊന്നുമില്ല. ഞാനടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഷുഗർ കൂടുതലാണെന്ന്. ആകെ അമ്മയുള്ളൂ. ഞാൻ പേടിച്ചു. വന്നായിരുന്നോ? ആര്? നിന്റെ ലീല. ആ കടയിൽ വന്നിരുന്നു. എന്നിട്ട് നീ പറഞ്ഞോ? ഒരു വടയും ചായയും കഴിച്ചിട്ട് പോയി. എടാ, സ്നേഹിക്കുന്ന പറയാണ്ട് എത്ര നാൾ നീ മനസ്സിൽ കൊണ്ട് നടക്കും? പറയണം നിരച്ചിട്ട് എന്നും വരില്ലേ. പക്ഷെ മുന്നിൽ കാണുമ്പോ ഒരു പേടി. അത് നീ ദുർബലനായതുകൊണ്ടാ. എടാ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ, അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാനുള്ളതല്ല. നീ അത് പറഞ്ഞെങ്കിലേ കാമുകനാവുള്ളൂ. നിനക്ക് കാമുകനാവണ്ടേ? കാമുകനാവണം. എന്നാ ചെന്ന് പറ. എന്നാ പിടി. പറയാൻ പോണേന് മുമ്പ് പാത്രം കൂടെ എടുത്തോണ്ട് പോണേ എന്ന് ഞാൻ പറയും. ഒന്ന് സഹായിക്കും. അത്യാവശ്യമുണ്ട്.
ഞാനൊന്ന് അങ്ങോട്ട് ആ, ശരി ഏട്ടാ. തോറ്റണ്ണ ആ ബിരിയാണി. എടാ ഇതിന്റെ പൈസ ഞാൻ പിന്നെ തരാട്ടാ. അതൊന്നും പ്രശ്നമില്ല, കയ്യിലുണ്ടാവുമ്പോ തന്നാ മതി. എന്താ പെട്ടെന്ന്? വീട്ടിലെന്താ വിശേഷം? വീട്ടിൽ 3-4 പേര് വന്നായിരുന്നു. ഓ അത് ശരി. സുഖല്ലേടാ? ഞാൻ പൊട്ടെന്നാല്. നീ എവിടെ പോന്നു? നമ്മള് സെക്യൂരിറ്റി രാമാട്ടിന് ഭക്ഷണം കൊടുക്കാനുണ്ട്. ദാ. അത് ശരി. ഇവിടെ നമ്മുടെ ആചാര്യബാബുവിന്റെ മോൻ ജോലി ആ 2 വർഷം മുമ്പ് ഗൾഫ് പോയില്ലേ? വേണം. തോട്ടത്തിലെ മോലാളിയോട് ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അയാള് തരുത്തൊന്നുമില്ല. എന്നാലും ഇല്ലടാ. എടാ തരുണേ, ക്രിസ്മസിന് നിന്റെ കട അവധി വല്ലതും ആയിരിക്കോ? അവധിയായിരിക്കും. അപ്പൊ ചേട്ടന്റെ ഫുഡോ? അല്ല വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. വേണ്ട വേണ്ട, മുതലാളിയുടെ വീട്ടിൽ നിന്ന് കേക്കും ഫുഡും ഒക്കെ കൊണ്ടുവരും. ക്രിസ്മസിന് സ്പെഷ്യൽ പരിപാടിയെല്ലാം ഉണ്ടോ? എന്ത് പരിപാടി? ഞാൻ നല്ല ബീഫ് കൊണ്ടുവരും, അമ്മ നന്നായിട്ടുണ്ടാക്കും, നമ്മള് നന്നായിട്ട് കഴിക്കും. എന്റെ ലീലേന്റെ കാര്യം സമയം കിട്ടുമ്പോ ഒന്ന് പറയണം. ഞാൻ പറയടാ. രാമേട്ട, ഇതേ സ്വർണ്ണച്ചട്ടിയുടെ പൈസ 2 ലക്ഷം രൂപയുണ്ട്. ബെന്നിയാണെങ്കിൽ തട്ടനെ കാണാൻ പോയേക്കുവോ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അടയ്ക്കേണ്ടതാ. രാമേട്ടന് ഒന്നും കൊണ്ടടയ്ക്കാവോ? അടയ്ക്കാം. ശരി. നിന്റെ സൈക്കിളൊന്നും വേണമല്ലോടാ? സൈക്കിളാണ്, കൂട്ടാറില്ല. വാ. ബിരിയാണി കൊള്ളാൻ ചേട്ടാ. ആ വലിയ പീസ് ഇട്ടോ മോളെ. അരി ചെറുതായി പോയി. വലിയ അരിയാ സുഖം. അതിനിപ്പോ എന്താ, വലിയ അരിയുള്ള ബിരിയാണി നമുക്ക് രാത്രി വാങ്ങിക്കാം, അല്ലേ വേണോട്ടാ? അതെ അതെ. ചെറിയ അരിയാ ദഹനത്തിന് നല്ലത്. ആണോ? പിന്നെ അണം കഴിക്കുന്നില്ലേ? അല്ല, ബിരിയാണി ഇല്ലേ? എനിക്ക് വേണ്ട. നിർബന്ധിക്കണ്ട, നീ കഴിക്കും മോളെ. അമ്മ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോനെ? കല്യാണിയുടെ നിശ്ചയം ഒരു ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുവായിരുന്നു. നമുക്ക് നമ്മുടെ കല്യാണിയുടെ കല്യാണം നിശ്ചയം ഇവിടെ വെച്ച് നടത്തിയാലോ? മോൻ തന്നെ എല്ലാം നോക്കി നടത്തിക്കോ, അല്ലടാ? അതെ, വളരെ നല്ല തീരുമാനം. നമ്മൾ വീട്ടിൽ വെച്ച് നടത്താന്ന് വെച്ചാ നല്ല ടാർപോളി വലിച്ചു കെട്ടാനുള്ള സ്ഥലം പോലും ഇല്ല. പിന്നെ കണ്ടെത്തുന്നൊക്കെ വെള്ളം കയറി വീട് വിണ്ട് പൊട്ടി. മോൻ അറിയാലോ വീടിന്റെ അവസ്ഥ, ആകെ മൊത്തം പൊളിഞ്ഞിരിക്കുക. ആ വീട് വിറ്റിട്ട് നമുക്ക് കല്യാണം നടത്താം. പിന്നെ മോൻ തരാനുള്ള പൈസ കൊണ്ട് നമുക്ക് കല്യാണ നിശ്ചയം നടത്താം. ഇവളെ പറഞ്ഞു വിട്ടാ പിന്നെ ഞാൻ ഫ്രീ ആയി. പിന്നെ ഞാൻ ഇവിടെ വന്ന് നിന്നോളാം. നിങ്ങൾ ഏതായാലും പുതിയ വീട് വെക്കാൻ ആയിരിക്കുമല്ലേ? സന്തോഷായില്ലേ? അത് കറക്റ്റാ. നിനക്കെന്താ ഇപ്പൊ പണി? പഴയ തിരയുടെ പരിപാടി തന്നെയാണോ? എനിക്ക് റബ്ബറിന്റെ പരിപാടിയുണ്ട്. പിന്നെ ഞാൻ ഓട്ടോ കൂലി കൂടുന്നുണ്ട്. വല്ല മെച്ചമുണ്ടോ? ആ എവിടുന്ന് നീയൊക്കെ എപ്പരക്ഷപ്പെടാനാ? വേണു, ആരാ മോളെ അത്? അത് വേണുവേട്ടൻ്റെ അടുത്ത് നിന്ന് കടം മേടിക്കാൻ വന്നായിരിക്കും അമ്മേ. വേണു പലിശക്ക് പണം കൊടുക്കുന്നുണ്ടോ? ആ, ഇടയ്ക്കൊക്കെ. നീ എന്താടാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ വേണുവിനെ കാണാൻ വന്നു. നമസ്കാരം ചേട്ടാ. നമസ്കാരം ഒന്നും വേണ്ട, 2 മാസത്തെ വാടക കുടിശ്ശിയുണ്ട്. വേണു, ഫോൺ വിളിച്ചാലൊന്ന് എടുത്തൂടെ? അല്ല ചേട്ടാ, ഇത് ഈ പൈസ ഇല്ലാത്തോണ്ടാണ്. പൈസ ഇല്ലാത്ത കാര്യം അവിടെ നിൽക്കട്ടെ, ഫോൺ വിളിച്ചാൽ മറുപടി ഒന്ന് പറഞ്ഞൂടെ? എന്നെ എന്തിനാ ഇങ്ങോട്ട് നടത്തിക്കുന്നത്? അല്ല ഈ ചേട്ടാ 2 ദിവസത്തിനും പൈസ വരും അല്ലേ? ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ഗോപാലേട്ടന്റെ മോനായതിന്റെ പേരിലെ മുഖത്ത് നോക്കി കടുപ്പിച്ചൊന്നും പറയാത്തത്. ചേട്ടാ ചേട്ടാ നീ ഒന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? 10-12 വാടകയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഉറങ്ങല്ലേ ചേട്ടാ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ചിട്ടിയുടെ പൈസ കൊണ്ടുവന്നതാ. ചേട്ടാ ഒരു 10 മിനിറ്റ് ലഞ്ച് ടൈം. ചേട്ടാ ഒന്ന് വെള്ളോട്ടിരുന്ന. ഞാനാ ദിനേശിന്റെ അടുത്തിരിക്കാം. ഓക്കെ. സുഖമല്ലേ ചേട്ടോ? എന്തോ ചേട്ടനോ ഞാനോ നിന്റെയോ? എടാ എന്റെ മുടി ഇത്തിരി പോയിന്നുള്ളൂ, നിന്നെക്കാളും പ്രായം കുറവാ എനിക്ക്. അതെനിക്കറിയാം. അല്ല നീ എന്തിനാ വിളിച്ചോണ്ടിയേ?
ഡ്യൂട്ടി സമയത്തിരുന്ന് ഉറങ്ങി. അതിന്റെ സുഖം നിനക്ക് അറിയാൻ പാടാട്ടാ. അതിന് നീ ഒന്ന് ഉറങ്ങണം. നീ ഉണ്ടെങ്കിൽ ഒരു 10 രൂപ നേരം ഒന്ന് വലിക്കാൻ പാനാ. ഇങ്ങോട്ട് താങ്ങൂടെ 50-50. അതാകുമ്പോ ഒരു ചായം കുടിക്കും. അതുവരെ നീ ഇവിടെ ഇരുന്നോളണം. ആ എന്നാ ഇവിടെ ഒന്ന് ഉറങ്ങിയേക്കരുത്. ഓ சார் பண்றேன் சார் பண்றேன். ஒன்றரை நாள் போதும் சார். அது மட்டும் போதும் சார். எனக்கு லோனை சீக்கிரம் அடைச்சிரு. ஆமா சார் ஆமா சார். இனிமே இந்த மாதிரி வேலை பண்ணாத. சாரி சார். நீ லோனை அடைக்கலன்னா இனிமே உன் பொண்டாட்டிக்கு பண்றேன் தான் சார் பிரச்சனை. பண்றேன். புரிஞ்சுதா? புரிஞ்சுக்கிட்டா உனக்கு தான் நல்லது. ப்ளீஸ் ப்ளீஸ். சரியா? நீ எப்ப அடைக்கலாம்னு நினைக்கிற? கொஞ்சம் கூடட்டே. இனிமே உனக்கு டைம் கிடையாது. நாளை காலையில அடைச்சு முடிக்கணும். വാടാ. മോന്റെ ലിസ്റ്റ് പറ. എന്ത് ലിസ്റ്റ്? കല്യാണ നിശ്ചയത്തിന് ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ്. നമ്മൾ ഏതായാലും വാടകയ്ക്കല്ലേ താമസിക്കുന്നത്. അയലോക്കത്തുള്ള 3-4 പേരെ വിളിച്ചാൽ മതി. നിശ്ചയല്ലേ, ഒരുപാട് പേരൊന്നും വേണ്ട. പിന്നെ ചെന്നൈ നമുക്ക് ആരെയൊക്കെ വിളിക്കണ്ടേ? ചെന്നൈ വേണ്ട 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 വേണ്ട. പാഴ്ചിലവാകും. നമ്മൾ എന്തായാലും ക്ഷണിച്ച 10-100 ആളുകൾ വരും. പിന്നെ സദ്യ വേണ്ട, ബിരിയാണി മതി. അതാവുമ്പോ പെട്ടെന്ന് കാര്യം നടക്കും. എന്താ മോന്റെ അഭിപ്രായം? നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് അവളോട് പറഞ്ഞാൽ മതി. ശരി 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 ശരി. അപ്പഴേ ഹരിപ്പാട് പങ്കജാക്ഷം പിള്ളച്ചേട്ടൻ, തങ്കമണി ചേച്ചി വേണ്ട. അതെന്താ? ഇവിടെ വന്ന് തീറ്റയും കഴിഞ്ഞ് അവള് 100 കുറ്റവും പറയും. എന്നാലും വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. വെട്ടി. ഗുഡ് നൈറ്റ്. ടൈം ആവുന്നേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ആചാര്യ തിരുവനന്തപുരത്തിന് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഒരു 3 രൂപ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിച്ചു വെച്ചോ. എന്താ പതിവില്ലാതെ? ഒന്നുമില്ല, ഞാൻ സാറിനെ കാണാൻ ഇറങ്ങിയതാ. എന്താ? ഞങ്ങളുടെ ഏജൻസിയുടെ ഈ വർഷത്തെ ബെസ്റ്റ് സെക്യൂരിറ്റി നമ്മുടെ രാമേട്ടനാ. ഇപ്രാവശ്യം വലിയ പരിപാടിയാ. 15ാം വർഷമാണല്ലോ. ഗംഭീരമാക്കാന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം സാറ് വരണം. അവാർഡ് രാമേട്ടന് സാറ് തന്നെ കൊടുക്കണം. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം ഞാൻ തന്നെയല്ലേ അവാർഡ്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സാറ് തന്നെ വരണം. 2 തവണ സാറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ആദ്യം നമ്മുടെ ഗോപാലേട്ടൻ. ഇത്തവണ ആരാ ചീഫ് ഗസ്റ്റ്? ഇത്തവണ നമ്മുടെ മേജർ രവി. അത് കൊള്ളാം, സൂപ്പർ. ഞങ്ങളൊക്കെ പട്ടാളക്കാരാണല്ലോ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ആയിക്കോട്ടെ, ശരി. ഗുഡ് നൈറ്റ്. മേജർ ഫോൺ എടുത്തോ? ഫോൺ എടുത്തോ? ഫോൺ എടുത്തു. കഥ പറഞ്ഞോ? കഥ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഓ, നീ കട്ടായതാണോ കട്ടാക്കിയതാണോ? ഏയ്, കട്ടായതായിരിക്കും. ആയിരിക്കും അല്ലേ? എന്നാൽ സ്റ്റേജിൽ വരുമ്പോ സാറ് കഥ പറയണം. ഞാൻ സ്റ്റേജിൽ വെച്ച് തന്നെ പറയാം. ഞാൻ ഈ പ്രസംഗിക്കുമ്പോ തന്നെ കഥ പറഞ്ഞിട്ട് ഇത് സിനിമയാക്കും എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് ആയില്ലേ പുള്ളിക്ക്? എന്റെ കഥ പറച്ചില് പുള്ളി വീണിരിക്കും. അല്ല ഇത് എന്താ? അവന്റെ ശ്രദ്ധ വേറെ എടുത്താ. കുറച്ച് വടയുണ്ട്, ഹോട്ടലിൽ മിച്ചം വന്നതാ. ലീല കൊണ്ടേക്കും. താങ്ക്സ് ചേട്ടാ. ലീല തരും. നല്ല ചേർച്ച. പോയാ ബെന്നി. നീ നിന്റെ അമ്മയോടൊന്ന് സംസാരിക്കോ? എന്ത്? എടി, എനിക്കിത് ഈ നിശ്ചയം വന്നൊരു 1 മാസത്തേക്ക് അങ്ങോട്ട് തള്ളി പ്ലീസ്. അതായത് അതിനു മുമ്പ് ഞാൻ എന്റെ വേണുവേട്ട, നിങ്ങൾ എന്ത് വർത്താനീ പറയുന്നേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിശ്ചയത്തിന്റെ കാര്യം പറയുമ്പോ കാശ് ശരിയാവുന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ, അത് ശരിയാക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. അതിന്റെ പേരും പറഞ്ഞാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആ ബാങ്കിൽ ലോൺ എടുക്കാൻ നോക്കിട്ട് അത് ശരിയാവും. എന്റെ വേണോട്ട, നിങ്ങൾ വീട് ലോൺ എടുക്കാൻ പോവാണോ? ഈ കണ്ട ലോൺ എടുത്തിട്ട് നമ്മൾ ഈ അവസ്ഥയിലായത്. എടി, നീ നിന്റെ അമ്മയോട് പറഞ്ഞു ഒരു മാസം അങ്ങോട്ട് തള്ളുന്ന മതി. ഞാൻ അതിനിടയ്ക്ക് കാര്യങ്ങൾ ശരിയാക്കി കൊള്ളാം. എങ്ങനെ ശരിയാക്കുന്ന നിങ്ങൾ ഈ പറയുന്നേ? വേണോട്ട് ഇത്ര ദിവസമായിട്ട് എന്നെ പറ്റിക്കായിരുന്നില്ലേ? കാശ് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് 1 മാസത്തേക്കാണ്
സമയം വേണമെന്ന് പറഞ്ഞത്. ഒരു മാസം അതുപോലെ നമുക്ക് തരാൻ പറ്റില്ല. കേൾക്കണ്ടോ വേണോട്ടാ, നിങ്ങളുടെ ചെന്നൈയിലത്തെ കടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ലക്ഷം രൂപ എന്റെ അമ്മയുടെ അടുത്ത് നിന്നായിരുന്നു വാങ്ങിയത്. നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലായിരിക്കും, പക്ഷെ എനിക്കത് തിരിച്ചു കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോ അമ്മ പറഞ്ഞാലും നിശ്ചയം മുടക്കാൻ പറ്റില്ല. 2 ദിവസത്തിനകം അവളുടെ ചെക്കൻ ദുബായിൽ നിന്ന് വരും. ഈ ആഴ്ച തന്നെ നിശ്ചയം നടക്കണം. വേണോട്ടാ, നിങ്ങൾ കാരണം ഇങ്ങനെ ഈ നിശ്ചയം മുടങ്ങിയ. ഇതുവരെ ഞാനെല്ലാം സഹിച്ചു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. മോനെങ്ങോട്ടാ ഈ രാത്രിയില്? അത് അടുത്തടുത്ത് നടക്കാനിറങ്ങിയതാവും. ഞാനും വരട്ടെ? ഓ വേണ്ട, ഇരുന്ന് പഠിക്കടി. പറയട്ടാ. ആ അടി, ഏത് സീരിയലാ കാണുന്നേ? പവിഴമഴയാണോ? അല്ല, അത് 9:30 തീർന്നില്ലേ? ഇത് ചിന്നുന്റെ അച്ഛൻ. ഓ, ചിന്നുവിന്റെ അച്ഛൻ. ആ അടി, ഈ വർഷത്തെ ട്രോഫി എനിക്കാ. ഈ പ്രാവശ്യം അതങ്ങനെ കിട്ടിയില്ലേ? ആ 10 വർഷം കൊണ്ട് 4 ട്രോഫി. വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷം കാണാതിരിക്കോ? വയസ്സാം കാലത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ ദൈവം തരുന്നില്ലേ? നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ആ പിന്നെ എങ്ങനെയാ മോളെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? അവളെവിടാ? അവള് കുളിക്കാൻ പോയി. അവിടെ എന്താ കൂട്ടാൻ വെച്ചത്? ഓ, ഇവിടെ ചേമ്പ് താളിച്ചതും കുമ്പളങ്ങ തോരനും വെച്ച്. ഈ പ്രാവശ്യം അപ്പനാടി ട്രോഫി. കോളടിച്ചല്ലോ, ചെലവുണ്ട്. ചെലവൊക്കെ ചെയ്യാ. നീ വല്ലതും കഴിച്ചോ? ഇല്ലപ്പാ, കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. ആ അപ്പ പിന്നെ പടിയിലിരിക്കല്ലേ? ഓ, ഈ അമ്മ. കിഴക്കേപ്പുറത്തെ മിൻസിയുടെ കല്യാണം ആയതുകൊണ്ട് ചേച്ചി അക്ഷയെന്ന് ഇറങ്ങുവാ. ചേച്ചിക്ക് വരെ എനിക്ക് അക്ഷയയിലൊരു ജോലിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പോട്ടെ. അപ്പൊ PSC ക്ലാസ്സോ? അതിപ്പോ രാവിലെ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാ. പക്ഷേ ശമ്പളം കുറവായിരിക്കും. അതൊന്നും കാര്യം വെക്കണ്ട. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പോ. അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ? ശരി അപ്പാ. അപ്പാ, ടിപ്പ് അവിടെ ഉണ്ടോ? അവൻ കഴിച്ചിട്ട് അപ്പുറം ഇപ്പുറം കിടക്കുവാ. എങ്കിൽ ശരിയപ്പാ, ഞാൻ വെച്ചോട്ടെ, എനിക്ക് വിശക്കുന്നു. മോള് പോലും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ്. ശരി, ഗുഡ് നൈറ്റ്. ഓ ശരി മോളെ. വേണുവേ, വെള്ളം ഒഴിക്കട്ടെ? ഉണ്ട്. വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം കിട്ടില്ല. അവക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവും. ആ പെങ്കൊച്ചിന്റെ നിശ്ചയം, ആ ചെന്നൈയിലെ ലോണും തീർത്തുന്ന എനിക്കൊന്നും ശ്വാസം വിടാൻ. വേണുവേ, ദേവുനെ നീ കുറ്റപ്പെടുത്തരുത്. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. അല്ലല്ല, നീ നിന്റെ ജീവിതത്തിൽ എത്ര ബിസിനസ് നടത്തി. എടാ, എവിടെയെങ്കിലും നീ ഒന്ന് പച്ച പിടിച്ചോ? അറിയാൻ പാടില്ലാത്ത ബിസിനസ് ചെയ്ത് നിന്റെ അച്ഛനുണ്ടാക്കിയ സ്വത്ത് വരെ നീ വിറ്റില്ലേ? നിങ്ങൾ കൂടെ തുടങ്ങിക്കഴിഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്നെ അറിയാവുന്ന ആരെങ്കിലും നിനക്കൊരു നയാ പൈസ കടം തരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഈ പറയുന്ന ഞാൻ നിനക്ക് തരുമോ? എന്താ, എന്റെ കയ്യിലൊന്നുമില്ല. അത് തന്നെ കാര്യം. പിന്നെ നിന്നെ സഹായിക്കാൻ എന്നെ മനസ്സിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ അച്ഛൻ കാരണം ഞാൻ നിർത്തിയ എന്റെ ആ പഴയ പരിപാടിയില്ലേ? നിങ്ങൾ ചുമ്മാ അനാവശ്യമായിട്ട് ഓരോന്ന് വിചാരിച്ചു കൂട്ടല്ലേ. അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടാരെ. ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. എന്നാ പറ. ചുമ്മാ വേറെന്താ വഴി? നിങ്ങൾ അത് വിട്, മനസ്സിൽ നിന്ന് വിട്. അതിന്റെ ഓരോ കൂടെ ഉള്ളൂ. ആയിരിക്കും അല്ലേ? വേണ്ട വേണ്ട സംസാരിക്കാം. ഞാൻ സംസാരിക്കാം.
ആ മോളെ. അണ്ണാ വേണോട്ട് അവിടെ ഉണ്ടോ? ആ എന്റെ കൂടെ ഉണ്ട് മോളെ. അണ്ണന് കാര്യങ്ങളൊക്കെ അറിയാലോ. അമ്മയുടെ കാശ് കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ഹേയ്, പൈസയുടെ കാര്യം ആലോചിച്ച് മോള് വിഷമിക്കണ്ട. അതൊക്കെ അവൻ ശരിയാക്കും. എങ്ങനെ? എടി എങ്ങനെയാന്ന് ധൈര്യമായിട്ടിരി, അവൻ ശരിയാക്കും മോളെ. ഇപ്പൊ മോള് സമാധാനമായിട്ട് കിടന്നുറങ്ങി. എല്ലാം ശരിയാവും. ആ കിടന്നുറങ്ങുന്നിടത്ത് സമാധാനമില്ലെന്നുണ്ടെങ്കിൽ ജീവിതം എങ്ങനെയാവും? നീ ചായപ്പൊടി മാറ്റിയോടാ? മാറ്റി. അതെ, ഞാൻ പാക്കറ്റ് തേയില മാറ്റി ലൂസ് തേയിലയാക്കി. അതിന്റെ ഗുണമുണ്ട്. പിന്നെ ഈ ശനിയാഴ്ച വീട്ടിൽ പോകുന്ന എന്നോടൊന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ. അല്ല, 1ാം ക്ലാസ് രൂപ വൈനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്നത്തെ പോലത്തെ അല്ലല്ല, ഇതേ എന്റെ സ്വന്തം പറമ്പിലെ ചാമങ്ങ മറിച്ചേ ഭാര്യ ഉണ്ടാക്കിയിരിക്കുന്ന 1ാം ക്ലാസ് വൈനാ. അത് ഞാൻ കുടിച്ചു നോക്കിട്ട് ഞാനോട് ചെല്ലാം. പിന്നെ ഞാനിപ്പോ അങ്ങ് പോവും, അങ്ങ് സ്റ്റാൻഡിലേക്ക് പോവും. മുസ്തഫ, എടാ വേണു ഓർമ്മയുണ്ടോ? അതെ. എടാ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണമായിരുന്നു. വളരെ വലിയ അത്യാവശ്യമായിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? കുറച്ച് തിരക്കില്ല. ഞാൻ പിന്നെ വിളിക്കാം. അത് വേണ്ട, ഞാൻ നിന്നെ വിളിച്ചോളാം. ഞാൻ പിന്നെ സാർ അത് നോക്കൂ. ഡിസ്കൗണ്ട് കഴിഞ്ഞ് അവർക്ക് എത്ര എമൗണ്ട് വരുന്നത് ഇപ്പൊ പറയാം മാഡം. ഇതാണോ? ഇതെടുക്കാം അല്ലേ? വിത്തോട്ടല്ലേ? അത് പിന്നെ എനിക്കറിയില്ലേ. വേണു, നീ ആ ഫോൺ എടുത്ത് പൊക്കറ്റിട്ടെ. ഇനി നിന്റെ ലിസ്റ്റ് എന്നെ മാത്രമേ ഉള്ളൂ വിളിക്കാൻ. ക്രിസ്മസ് ആന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മോശമാന്നേ. ഞങ്ങളടുത്ത് മുട്ടിയും പോകുന്നുള്ളതേ ഉള്ളൂ. മാറുമായിരിക്കും. മാറുമായിരിക്കും. ചായ കൊടുത്തായിരുന്നു. ഫോൺ എന്താടി? വേണുവായിട്ട് എത്ര നേരമായി വിളിക്കുന്നു? നിങ്ങക്ക് ഫോൺ എടുത്തണ്ട. എനിക്ക് സൗകര്യമില്ലെന്ന് വെച്ചിട്ട് പോയേ. ഭാര്യയാണല്ലേ? മോനെ, നമ്മളൊരിക്കലും ഭാര്യ ഫോൺ ചെയ്യുമ്പോൾ ദേഷ്യത്തിൽ സംസാരിക്കരുത്. അവർ പിന്നെ വിളിച്ചോണ്ടിരിക്കും. നമ്മൾ ഫോൺ എടുത്തിട്ട് മോളെ ഞാനിപ്പോൾ വരാം എന്നൊക്കെ സ്നേഹമായിട്ട് പറഞ്ഞാൽ അപ്പം തീരും കാര്യങ്ങൾ. നമ്മളെന്തിനാ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരെ ടെൻഷൻ അടിപ്പിക്കുന്നത്? വീണ്ടും വിളിക്കുന്നു. പിണക്കണ്ട, എടുക്ക്. എന്നിട്ട് സ്നേഹമായിട്ട് മോളെ എന്നൊക്കെ വിളിച്ചു, സോഫ്റ്റായിട്ട്. എടുത്തോ. വേണോട്ട് എന്ത് പണി കാണിക്കുന്നേ? എന്തിനു ഫോൺ കട്ടിയതേ? മോളെ ഞാൻ വിളിക്കാം. ഇല്ല വേണോട്ടാ, പതുക്കെ വന്നാ മതി. ശരി. അത്രേ ഉള്ളൂ. പോട്ടെ.
വേണു നിന്നോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ, ഒരു പരിപാടി നടക്കത്തില്ല, ഫുൾ ടൈറ്റാണ്. എന്തെങ്കിലും ഫുൾ ടൈറ്റാണ്, ഒരു രക്ഷയില്ല. നിനക്ക് കുടിക്കാൻ ചായ എന്തെങ്കിലും പറയണോ? ഹലോ, ആ എന്നാ എടുത്തിരിക്കുന്നത്? ഓക്കെ, ആ നേരെ ഇങ്ങ് പോന്നാ മതി. ആ വന്നിട്ടോ. ഇന്നലെ നടക്കാനിറങ്ങിയിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഞാൻ പോകാതിരുന്ന ഭാഗ്യം. വേണു, നിശ്ചയത്തിന്റെ കാര്യങ്ങൾ മയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. ഹലോ ഹലോ, നിനക്ക് ഈ പരിപാടി ഒന്നും നിർത്താറായില്ലേടേ? എന്ത്? എടാ നീ ഭാര്യയുടെ പേരിൽ വല്ല EMI ലോൺ വല്ല എടുത്തായിരുന്നു? അതെ. എങ്കിൽ അവര് നിന്നെ നാറ്റിക്കാൻ തുടങ്ങി. നീ ഇതൊന്നും അറിയുന്നില്ലേ? എന്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു, നിന്റെ ഭാര്യയുടെ ഫോട്ടോ സഹിതം. നിന്റെ ഭാര്യ ഒരു ഫ്രോഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തായാലും കൊള്ളാം, നീ ആ വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. വേണോ ഇങ്ങനെ വന്നേ. ஹலோ சொல்லு வேணும். சார், ஏன் சார் இப்படி அவமானப்படுத்துறீங்க? நான் நேத்து உங்ககிட்ட சொன்னல லோன் அடைக்க சொல்லி. சார், அதுக்காக என் வைஃபை, மனைவி, குடும்பத்தை ஏன் சார் அவமானப்படுத்துறீங்க? அது நீ பொண்டாட்டியோட பேர்ல லோன் எடுக்கும்போது யோசிச்சிருக்கணும். சார், சார் நீ அடைக்கிறேன் சார். சார் கொஞ்சம் டைம் கொடுங்க சார். கொடுத்த டைம்லாம் முடிஞ்சிருச்சு சார். இது வரைக்கும் உன்னோட 4 பேர் நம்பருக்கு ப்ளீஸ் சார், அனுப்பியிருக்கேன். ப்ளீஸ் சார். நீ சீக்கிரமா லோன் அடைச்சு முடிக்கலன்னா உன்னோட ஃபுல் கான்டாக்ட் நம்பருக்கு நான் அனுப்பிடுவேன். അണ്ണ അവന്മാർ നാറ്റിക്കാണ് എന്നെ. ആ ചെന്നൈയിലെ ബാങ്കുകാര് ഇവളുടെ പേരൊക്കെ വെച്ചിട്ട് വാട്സാപ്പിൽ കൂടെയൊക്കെ മെസ്സേജും കാര്യങ്ങളും. ഫോൺ മാറ്റി, വിഷയം മാറ്റി. ഞാനിപ്പോ എന്തു പറ്റി വേണോട്ടാ? ഞങ്ങൾ ഈ പൈസ മേടിക്കുന്ന കാര്യം പറഞ്ഞോണ്ട് നിന്നതാ. അല്ല, അമ്മയ്ക്ക് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. കാശിന്റെ കാര്യം എന്തെങ്കിലും? പൈസ റെഡിയായല്ലോ, പൈസ റെഡിയായി. ആണോ? ഞങ്ങള് മേടിക്കാനായിട്ട് പോവാ. മോളെ ഒരു കാര്യം ചെയ്യും, ഇവന് കുളിക്കാൻ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്ക്, എനിക്ക് ഇത്തിരി ചായയും. മധുരം വേണ്ടട്ടാ. ഇപ്പൊ എന്താ വേണ്ടേ? വേണോ? ഇനി നിന്റെ മുമ്പില് വേറെ മാർഗമൊന്നുമില്ല. ഇനി ഞാൻ തീരുമാനിക്കും. നീ കൂടെ നിന്നാ മതി.
പ്രശ്നത്തെക്കാളും വലുതല്ല വേറൊന്നും. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യണം, മനസ്സിലായി? എനിക്കൊരു പരിചയമില്ലാത്ത കാര്യമാണ് അമ്മ. നിനക്ക് പരിചയമുള്ള കാര്യങ്ങളാണല്ലോ നീ ഇത്ര കാലം ചെയ്തിരുന്നത്. എടാ, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി. നീ അവിടെ ചെന്നാ അവനുമായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് നീ കുറച്ച് സമയം എടുക്കണം. ഞാൻ ചെയ്താൽ ശരിയാവോ? നീ ഇത് പൊളിക്കരുത് വേണം. ചെല്ലടാ. ഓ ദാ വരുന്നു. എന്താട്ടാ എന്താ വേണ്ടേ? ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? നന്നായിട്ട് പോകുന്നു. വീട്ടില് 2 ദിവസം കഴിഞ്ഞൊരു നിശ്ചയമുണ്ട്. അല്ല, ഫിഷ് ബിരിയാണി. ഫിഷ് ബിരിയാണി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. തൊത്തിയുടെ പോയി പുള്ളി അവിടെ തൊത്തിണ അണ്ണന്റെ വക ഒരു നിശ്ചയത്തിന്റെ ഓർഡറും കിട്ടി. ഞാനാ പറഞ്ഞത് ഇവന്റെ. ശരി, ഇവിടെ ബാ, നമുക്ക് സിനിമ കാണാം. ബാ. സിനിമ? ഇത് കായങ്ങൾ വെച്ചു. സൂപ്പർ പടം. ഇത്തിക്കരപ്പൊക്കെ മോഹൻലാലിന്റെ അടിപൊളിയാ. ഞാൻ 2 പ്രാവശ്യം കാണാം. ശരി. എന്താ മോളെ? നാളെ ഞാൻ ഏത് ഡ്രസ് ഇടണ്ടേ? അത് ഓണത്തിന് വാങ്ങിച്ച ചുരിദാർ ഇടാ. അതിടുമ്പോ മോളെ കാണാൻ നല്ല ചന്തമാണ്. അമ്മയുടെ അടുത്ത് മഞ്ഞ സാരി ഉടുക്കാൻ പറയണം. അത് ഉടുക്കുമ്പോഴാ അമ്മയ്ക്കൊരു പ്രത്യേക ഭംഗി. അമ്മേ, മഞ്ഞ സാരി മതി. അതൊക്കെ ഞാൻ എപ്പോഴേ തേച്ച് വെച്ച്. അപ്പൊ അമ്മ എന്നെ തോപ്പിച്ചു. അത് പിന്നെ നിന്റെ അമ്മയല്ലേടി. അപ്പൊ ശരി അപ്പ. അതെ, ഒരു കാര്യം, ഓൾ ദി ബെസ്റ്റ്. ഓ, താങ്ക് യു മക്കളെ. ഷോ, എനിക്ക് വേണമായിരുന്നു. അയ്യോ, വെച്ച് നാളെ പറയാം. കൊണ്ടുവരുന്നതാ, കൂട്ടാനൊന്നും വേണ്ടേ?
തെണ്ടികളുടെ എണ്ണം ഒന്ന് കുറയട്ടെ. എന്താ സാർ? താനെന്തിനാ സെല്യൂട്ട് അടിച്ചേ? താൻ പോലീസുകാരനാണോ? സോറി സാർ. എന്ത് സോറി? താൻ എന്നെ കളിയാക്കിയതാണോ? അയ്യോ സാറേ, പാവാ, എനിക്കറിയുന്നല്ല, പഴയ മിലിറ്ററിക്കാരനാ. മിലിറ്ററി ഇയാളോ? കുക്കായിരുന്നു സാർ. കുക്കായിരുന്നു. ആ, ഈ ഏരിയ എല്ലാം ഓക്കെയാണ് സാർ. 10 മണി കഴിഞ്ഞാൽ സൈലന്റാ. അത് താനാണോ തീരുമാനിക്കുന്നത്? സാറേ, ഇയാളാ? നമുക്ക് പോവാം. വണ്ടി എടുക്ക. ശരിയാണ് സാറേ, ഇനി കൊട്ടാരക്കര പിടിച്ചാലോ?
എന്തു പണിയാണ് കാണിച്ചേ? നീ ഊരിയ കോപ്പ് ഒരുമാതിരി മറ്റടുത്ത് പണിയായി പോയി. അവന്റെ പ്രാളം ഈയിടെ കുറച്ചുകൂടി സമയം എടുത്ത് കുറച്ച് കൂടുതൽ സാധനം എടുക്കായിരുന്നു. ഇതിപ്പോ ഈ ചെറിയ സാധനം എടുത്തിട്ട് ഇതിപ്പോ എന്തോ ചെയ്യാനാ? ആർക്ക് തികയും? അവൻ വെള്ളമുണ്ട് കൊടുത്ത് മോട്ടിക്കാൻ വന്നിരിക്കുന്നു. പൗഡർ വിട്ട് കളക്ടർ ഓഫീസിൽ പണിക്ക് പോകാനെന്ന വിചാരം. ഈയിടെ കളക്ടർ ഉദ്യോഗം പഠിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാ ഈ മോട്ടിക്കാൻ പോവാന്ന് പറയുന്നത്. ആ മറ്റേ ലോക്കറോടെ പൊളിച്ചിട്ട് കുറച്ച് കൂടുതൽ സാധനം എടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അതാണ് നീ കൊണ്ടുപോയി കളഞ്ഞത്. എന്തൊരു ഗതികെട്ട അവസ്ഥയായി പോയി. കുറച്ച് കൂടുതൽ നേരെ നോക്കി ഓടിക്കും. ഇറങ്ങ്. ആരെങ്കിലും കാണുന്നതിന് ഇറങ്ങടാ. വേണു ഇത് അല്ലല്ല നിങ്ങൾ വെക്കും. അല്ല എടാ, ഇത് വണ്ടി വെക്കുന്നതും തോട്ടത്തിൽ കൊണ്ടുപോകുന്നതും ബുദ്ധിമുട്ടാ. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നീ ഇത് എവിടെയെങ്കിലും വെയ്. ഇത് കത്തിച്ച് കളയാം. ഈ സ്വർണ്ണം നിന്റെ കൈ വെയ്. അതെങ്കിലും വെക്കും. ഇല്ലില്ല, നിന്റെ കൈ വെയ്. ഇന്നത്തെ ദിവസം നീ ഇത് വെയ്. പോ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പോടാ. എടാ, നമുക്ക് രാവിലെ കാണാം. നിങ്ങളിത് എവിടെയായിരുന്നു? ഞാനിങ്ങനെ ഇവിടെ എന്തോ ശബ്ദം കേട്ടിരുന്നല്ലോ. അത് പിന്നെ നീ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? നീ പോയി കിടന്ന് ഞാൻ വരാം. മാറ് സാർ, അവിടെ മാറ്. ചേട്ടാ 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 രാമേട്ടാ. മോനെ തനിക്ക് അറിയാവുന്ന ആളാന്നല്ലേ പറഞ്ഞേ? അതെ സാർ. എന്തായാലും ഡോഗ് സ്ക്വാഡിനെ ഫോറൻസിക്കിനെ ഒന്ന് അറേഞ്ച് ചെയ്തേക്ക്. ശരി സാർ. വിളിക്കാളെ. ചേട്ടാ രാമേട്ടാ. ഡോ ഒന്ന് എഴുന്നേറ്റ്. രാമേട്ടാ ഡോ ഒന്ന് എഴുന്നേക്കാൻ. പതുക്കെ.
സതീഷ് അവിടെ വെയിറ്റ് ചെയ്തോളൂ. കളറായിട്ടുണ്ടല്ലോ. പിന്നെ എനിക്കെന്താ കുറവ്? ഇന്ന് എന്റെ ഏട്ടന് ട്രോഫി കിട്ടിയ ദിവസാ. വേഗം നടക്കും. ആ കൈ പിടിക്ക്. നിനക്ക് ഭയങ്കര തീർക്കും. മോനാ സർ ഇവിടെ വന്നേ. ഡോ താൻ അവിടെ ഇരുന്നോ? അവിടെ ഇരിക്കടോ. ഇയാളുടെ മൊഴിയെടുത്ത് എഫ്ഐആർ ഇട്ടിട്ട് മെഡിക്കലിന് കൊണ്ടുപോകണം സർ. പിന്നെ ഡോഗ് സ്ക്വാഡിൻ്റെയും ഫോറൻസിക്കിൻ്റെയും കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം സർ. എനിക്ക് ഒരു 10 മിനിറ്റ് SP ആയിട്ട് കോൺഫറൻസ് കോളിൻ്റെ ആരാകത്തേക്ക് വിടണ്ട. ഓക്കെ സർ. എന്താ സാറിനെ ഒന്ന് കാണുമല്ലോ. ഓ കുറച്ച് സമയം എടുക്കല്ലോ. എന്താണ് സാധനം കുറവാണല്ലോ. വിചാരിച്ച ഓരോന്നും നടന്നില്ലടാ. ഒരു 5-5 രൂപ വേണം. 5 പറ്റില്ല, 3 രൂപ വരും. അധികമൊന്നുമില്ല. എടാ ഒരു 4 രൂപ. ഇല്ല ഇന്നാ പോലെ വണ്ടി എടുക്ക. നീ ഒരു 50 രൂപ പോന്നോക്കണ്ണ. വണ്ടി ഇറ. എന്തായി? അവന്മാര് കട്ടയ്ക്ക് തേച്ചിട്ടാ പോയെ. ആ തൽക്കാലം നിന്റെ പ്രശ്നങ്ങൾ മാറാനുള്ള കിട്ടിയിട്ടുണ്ട്. 3 രൂപ 50 രൂപ ഞാൻ എടുക്കും. ഇത് അങ്ങനെ തന്നെ വെച്ചോ. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളാം. അല്ല എന്നാ വാ താഴോട്ടിരിക്കും. നീ ആ പിള്ളച്ചേട്ടൻ്റെ വാടക പൈസ ആദ്യം കൊടുക്കുക. സെക്യൂരിറ്റിയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ഞാനിപ്പോ ഈ അനുഭവിക്കേണ്ടി വരുന്നത്. അല്ല വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് 10 മിനിറ്റിനകം ഗണേശനെ ലൈനിൽ കിട്ടിയേ പറ്റൂ. ആ ശരി. ആ സെക്യൂരിറ്റിയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ഞാനിപ്പോ ഈ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പച്ചി എന്താ ഏട്ടാ? ഒന്നുമില്ലെന്നേ. നീ വെറുതെ ടെൻഷൻ അടിക്കാൻ എന്തിനാ കൊച്ചിനെയും കൂടി ടെൻഷൻ അടിപ്പിക്കാൻ. പീറ്റർ സാർ അകത്തേക്ക് പോയിട്ടില്ലേ? അവര് പോലീസോട് സംസാരിച്ച് എല്ലാം ശരിയായിക്കോളും. രാംനാഥനെ ഇപ്പം കൊണ്ടുവരും. നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. കേട്ടോ മോളെ? അമ്മ നോക്കിക്കോണ്ടേ. ഞാനിപ്പോ വരാം. ശരി സാർ. ഓക്കെ സാർ. സർ MLA കൊണ്ട് വിളിപ്പിച്ചതിലൊന്നും തോന്നരുത്. എനിക്ക് എന്ത് തോന്നാൻ? നിങ്ങളുടെ ജ്വല്ലറി, നിങ്ങളുടെ സ്വർണം. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ? അതുകൊണ്ടല്ല സാർ. ഈ മോഷണം പോയെന്ന് പറയുന്നത് കുറച്ച് പണയപ്പണ്ടങ്ങളാ. എല്ലാം കൂടി ഒരു 10-25 പവനേ വരൂ. അതിൻ്റെ കാര്യം ഞാൻ ഇന്ന് തന്നെ സോൾവ് ചെയ്തോളാം. പക്ഷേ ഞാനൊരു സ്വർണ്ണച്ചീട്ട് നടത്തുന്നുണ്ട്. ആളുകൾക്ക് വളരെയധികം വിശ്വാസമുള്ളൊരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. അപ്പം ഇങ്ങനെ ഒരു മോഷണം നടന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാവി കച്ചവടത്തെ ബാധിക്കും. അതുകൊണ്ട് സാർ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ ഏജൻസിയുടെ സെക്യൂരിറ്റി അല്ലേ? എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ ഇതുപോലത്തെ ആളുകളെയൊക്കെ? അയാളുടെ ഒരു ഡയലോഗും. തന്റെ പരിചയക്കാരനല്ലേ? ഇങ്ങനെയുള്ള കള്ളുകൂടിയന്മാരെയൊക്കെയാണ് രാത്രി കാവലിന് എന്തായാലും വിളിച്ചോണ്ട് പോയിക്കോ. തൽക്കാലം ഞാൻ കേസ് എടുക്കുന്നില്ല. ഓ മോനാ? ശരി ശരി സാർ. ശരി സാർ. വലിയ ഉപകാരം. രാമേട്ട ഓ ആ പിന്നെ
സ്വർണ്ണപ്പണയക്കാരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കണം. ഇന്ന് തന്നെ അതെല്ലാം ഡീൽ ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു മോഷണം നടന്നിട്ടില്ല. മനസ്സിലായല്ലോ? സാർ വേണ്ടാന്ന് വെക്കല്ലേ സാർ, കേസ് കൊടുക്കണം സാർ. പറ്റില്ലടോ. കേസ് കൊടുക്കണം സാർ. എടോ, കേസ് കൊടുത്ത ആദ്യം അവർ തന്നെ പിടിച്ചകത്തിടും. ഞാൻ അകത്ത് കിടന്നോളാം സാർ, കേസ് കൊടുക്കണം സാർ. തന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? കേസ് കൊടുക്കാൻ പറ്റില്ല. തനിക്കെന്താ മനസ്സിലാവാത്ത? പോത്ത് പോലെ കിടന്നുറങ്ങിയിട്ടും. ആ ബെന്നി, ആ താക്കോല് വാങ്ങിച്ചോ. ഏട്ടാ, നിങ്ങളിതങ്ങോട്ടാ? എനിക്കിവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലടി. ഞാൻ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ സമയത്ത് ഇനി ബസ് ഉണ്ടാവോ? നാളെ രാവിലെ പോയാ പോരെ? ഞാൻ സൈക്കിളിൽ പോയിക്കോളാം. കൊച്ചു കിടന്നോ? ആ, അവൾക്ക് നല്ല സങ്കടമുണ്ട്. ആദ്യം ഒന്ന് തന്നെ. ഇതിട്ട് പൊന്നു കൊടുത്തേക്ക്. എന്താ? നിന്റെ ആ ചെന്നൈയിലുള്ള EMIയുടെ എല്ലാ പരിപാടിയും ഞാൻ തീർത്തിട്ടുണ്ട്. മുഴുവൻ കൊടുത്തു. എന്തുവാ ഇങ്ങോട്ട് നോക്കി? എന്താ എന്റെ പ്രശ്നം? എന്താ? ഒരു മനസമാധാനം ഇല്ലെന്ന്. സ്വർണ്ണക്കടക്കാർക്ക് യാതൊരുവിധ പരാതിയില്ല. അവര് നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു തരി സ്വർണം പോലും പോയിട്ടില്ലെന്നാ. പിന്നെന്താ നിനക്ക്? അതല്ല, നീ ഒരൊറ്റൊരുത്തും കാരണമാ. മറ്റേ സേഫും കൂടെ കൊണ്ട് തുറക്കാൻ പറ്റിയിരുന്നുണ്ടല്ലോ. മനുഷ്യന്റെ ജീവിതത്തിലൊരു രക്ഷപ്പെടാൻ കിട്ടിയ ഒരു അവസരമാ. അത് നീയാ കൊണ്ട് കളഞ്ഞത്. നീ ഇത്തിരി വെള്ളം എടുത്തുണ്ടോ? ചെല്ലേ. ഞാൻ തന്നെ എടുത്ത് പോയി. ബെന്നി, ഒന്നിങ്ങോട്ട് വന്നേ. എന്താടാ? താഴ്ന്നില്ലടാ, സ്റ്റക്കായിട്ട് നിൽക്കുവാണെന്നോ. നീ ആ സൈഡിൽ നിന്ന് പറയാൻ. എടാ ബെന്നി, നീ അത്ര ബലം പിടിക്കണ്ടടാ. അതിനൊരു ചരിവുണ്ട്. നീ ഒന്ന് ഉയർത്തിയിട്ട് വലിച്ചാ മതി. ചേട്ടാ, ഒന്ന് പൊക്കിടുന്ന വിളിച്ചു നോക്കിയേ. രാമേട്ടാ, നിങ്ങളിതെവിടെയാ? ഞാനിവിടെ ഉണ്ട്. നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, നിന്റെ മുമ്പില്. രാമേട്ടാ, എന്താ ഇവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ഞാൻ വന്നാ ശരിയാവില്ല. എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടാ. ശരി രാമേട്ടാ, ഞാനെന്നാ ഒന്ന് കടലോട്ടെന്നാ. ശരി. എന്താ രാമേട്ടാ അവിടെ? വീട്ടിൽ പോയില്ലേ? പോയി. വീട്ടിൽ ഇരുന്നിട്ട് എരിപ്പ് ഉറയ്ക്കുന്നില്ല. ഉണ്ണേട്ടാ, ഒരു കാര്യം ചെയ്യും.
വിനായകെ പോയിട്ട് കാശടച്ചിട്ടോ. ആ ശരി. ഞാൻ കാരണം എല്ലാ പരിപാടിയും മുടങ്ങിയില്ലേ? എന്തായി പറയണേ, വാ. ഇതെന്തിരിപ്പരിക്കുന്ന രാമേട്ടാ? നടന്നൊക്കെ മറന്നേക്ക്, പഴയ പോലെ ഉഷാറാക്. എന്നിട്ട് ഈ ട്രോഫികളെടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്ക്. വേണ്ട സാർ, എൻ്റെ വീട്ടിലെ ഷെൽഫിന് ഇനി ഇതൊന്നും ചേരില്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ ജോബി സാറിൻ്റെ അടുത്തൊന്നുകൂടി സംസാരിച്ച് നോക്കാം. ആളുടെ സ്വഭാവം അറിയാലോ. ഒരു 2 ദിവസം സമയം എന്താ, അതിനുള്ളിൽ ഞാൻ എല്ലാം ശരിയാക്കാം. വേണ്ട സാർ, ചോദിക്കണ്ട. ഏജൻസിയുടെ റൂൾസ് ഒന്നും മാറ്റണ്ട. ഞാനിനി സെക്യൂരിറ്റിയുടെ യൂണിഫോം ഇടാൻ അർഹനല്ല. സാറ് പഴയ രാമനാഥനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കാണുന്നതിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലായിരുന്നു സാർ. നത്തോലി രാമൻ എന്നായിരുന്നു കൂട്ടുകാർക്കിടയിൽ എൻ്റെ വിളിപ്പേര്. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന എനിക്ക് പട്ടാളക്കാരനാവണമെന്ന് മോഹം പുറത്തു പറയാൻ പേടിയായിരുന്നു. എല്ലാവരും കളിയാക്കുമെന്ന് വിചാരിച്ച്. ആ മോഹം ഉള്ളിൽ കിടന്ന് വളർന്നാണ് സാർ ഞാൻ മിലിറ്ററിയിലെ കുക്കായത്. 3-4 ഷട്ടറൊക്കെ ഉള്ള ജുവലറിക്ക് കാവൽ നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ജവാന്റെ അഭിമാനമായിരുന്നു എനിക്ക്. എനിക്ക് ആ കാശ് തിരിച്ചു കൊടുക്കണം സാർ. ഞാനത് കൊടുക്കും. ഞാൻ പോണു സാർ. എന്താ വേണോട്ടാ? വേണോട്ടാ, ഇതെങ്ങോട്ടാ? ഇവിടെ നേരത്തെ ഒരാളുണ്ടായിരുന്നില്ല. ഇല്ല, എനിക്കറിയില്ല. ഞാനിവിടെ പുതിയതാ. അണ്ണാ, വേണോട്ട് ഇപ്പൊ എന്തിനാ ജ്വല്ലറി പോയേ? ഈ ഒരു സ്വർണ്ണച്ചിട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു മോളുടെ ഇതിനു വേണ്ടിട്ടേ. ആണോ? അതെന്നോട് പറഞ്ഞില്ലല്ലോ. അത് പറയായിരിക്കും. പറയും. ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ തോന്നലായിരിക്കുന്നേ. എന്ത് പറ്റി രാമട്ടാ? ഒന്നുമില്ലടാ. എടോ, താൻ മിനിങ്ങാന്ന് വൈകിട്ട് ഭക്ഷണം കഴിച്ച ഇവിടുന്നല്ലേ? എന്തല്ലേ കുഴപ്പമുണ്ടായിരുന്നോ? എനിക്ക് എന്ത് പ്രശ്നം? ഭക്ഷണത്തിൽ പ്രശ്നമുണ്ടോ എന്ന്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങിപ്പോയതേ ഭക്ഷണത്തിനെ കുറ്റം പറയല്ലേ. രാമട്ട ഒരു ചാവടിച്ചിട്ടോ? വേണ്ടടാ, പിന്നെ വരാം. പാവാണിപ്പാ. എടോ, എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോണ്ടേ? അത് നേരെ. അല്ല, ഇത് തിരിയില്ലേ? പിന്നെ അതിന് സ്വിച്ചും കൂടെ ഇടണം. എങ്ങനെ? ഒരു ഫാൻ ഫിറ്റ് ചെയ്യാൻ എത്ര ഉള്ളല്ലേ? ഞാൻ പോയി ഇത്ര വെള്ളം കുടിച്ചിട്ട് വരട്ടെ. ഇതാ, ഇത് കൊണ്ടുപോയിക്കോ. അങ്ങോട്ടും എടുത്തു പോയി. എനിക്ക് പണിയെടുക്കാൻ വയ്യ. എന്റെ പൊന്നോ, ഇത്ര വെള്ളം എന്താ കുടിക്കാൻ? നിന്റെ കണ്ണുമുന്നേ അല്ലേ ഇരിക്കുന്ന വെള്ളം? നീ ഫാൻ ഫിറ്റ് ചെയ്തായിരുന്നോ? പിന്നെ അതല്ലേ വെള്ളം കുടിക്കുന്നേ. ഫാൻ ഫിറ്റ് ചെയ്ത് ആരും വെള്ളം കുടിക്കും? വേണോട്ട് എന്തേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആണാ, ഞങ്ങളൊന്ന് വൈകുന്നേരം ഓട്ടോയിൽ കൊണ്ടുപോവോ? ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. ഇന്ന് 12 മണിക്കാർ വരുന്നുണ്ട്. നിങ്ങൾ കവല എന്നൊരു ഓട്ടോ വിളി. അതാ നല്ലത്. ഞാനിതുവരെ മൂന്നാറൊന്നും പോയിട്ടില്ല. സ്കൂളിൽ ടൂർ പോയിട്ടുണ്ട്. അത് മൂന്നാറൊന്നുമല്ല. എടി മുത്ത,
എന്താണ് നടക്കട്ടെ. ആഹാ. എന്തോന്നാണ് ഇത്? നീ സ്ഥിരമാക്കിയ അണ്ണാ അയാളുടെ മുഖം മനസ്സിൽ നിന്ന് പോണില്ല. ആരുടെ? നിന്നെ ഏയ്, നമുക്കൊന്നും അറിയത്തില്ല. നീ ആവശ്യമില്ലാതെ ചിന്തിച്ചു വിട്ടരുത്. ഒരു ദിവസം കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു കൊച്ചിന്റെ നിശ്ചയം നടക്കും. ഒരുപാട് പേര് വരും. നിന്റെ മുഖം കറുത്തിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സിലായോ? ആ വരുന്ന പന്തലോടിക്കാരാ. നീ ഓടി ചെല്ല്. ഡേയ് അതിങ്ങടുത്ത്. ആ വരുന്നടാ. ഡേയ് നീ ചെല്ല്. വന്ന് ഷുഗർ ശരിക്കും ലോ ആയാലും ഇങ്ങനെ തലകറങ്ങാനും ബോധം കെടാനൊക്കെ സാധ്യതയുള്ളൂ. പ്രഷർ കൂടിയാണെങ്കിൽ രാമേട്ടൻ ഇങ്ങനെ നിൽക്കില്ല. നോക്കുമ്പോ രണ്ടും നോക്കട്ടെ. ഓക്കെ, രാമേട്ടൻ എന്നാ പുറത്തേക്കിരുന്നു. ഒരല്പം സമയം വേണം. ഓ, ഞാൻ പുറത്തിരിക്കാം. ജിതിൻ, ആ മോളെ, അപ്പൻ രാത്രി പോയല്ലേ? ആ അപ്പനൂടെ കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു മോളെ, അതുകൊണ്ട് വന്നതാ. എന്തു പരിപാടി? അതൊക്കെ അപ്പനങ്ങ് വന്നിട്ട് പറയാം. മോളിന്ന് പോയില്ലേ? ഇല്ലപ്പാ, ഇന്ന് പോയില്ല. ലീവ് എടുക്കാന്ന് വെച്ചു. ഹാ എടി, അപ്പൻ ഓക്കെയാണ്. അപ്പനൂടെ പ്രശ്നമൊന്നുമില്ല. നീ റെഡിയായി പോവാന്നോ? അവിടെ എവിടെ നിന്നെല്ലാം ഒരുപാട് ആൾക്കാർ പല ആവശ്യത്തിനും വരുന്നതാ. നമ്മൾ കാരണം അവരാരും ബുദ്ധിമുട്ടാൻ പാടില്ല. അമ്മ എടുത്തുണ്ടോ? ആ കൊടുക്കാം. ഏട്ടാ, നീ അവിടെ മോറയും വലിച്ചേറ്റിയിരുന്ന് കൊച്ചിനെ മൂഡ് ഔട്ട് ആക്കല്ലേ. എന്തെങ്കിലും വെച്ചു കൊടുത്ത് അതിനെ വിടാൻ നോക്കൂടനെ. ആ രാമേട്ടൻ പേടിക്കണ്ട. ഷുഗറും പ്രഷറും ഒക്കെ നോർമലാ. എൻ്റെ രാമേട്ടാ, നിങ്ങൾ ഈ പ്രായത്തിൽ ഇത് എന്ത് കൽപ്പിച്ച? ഇതൊന്നും നടപടിയാവണ കാര്യമില്ല. എനിക്ക് വേറെ വഴിയില്ല മോഹൻ സാറേ. സ്വർണം പോയ കടക്കാരന് പരാതിയില്ല. കേസ് അന്വേഷിക്കുന്ന CIക്കും ഇല്ല, ഡിപ്പാർട്ട്മെന്റിനും ഇല്ല പരാതി. പിന്നെ നിങ്ങൾക്ക് എന്താണ്? വിട്ടുകള. ആർക്കു പരാതിയില്ലെങ്കിലും എനിക്ക് പരാതിയുണ്ട്. എന്റെ ജോലി മാത്രമല്ല പോയത്. അഭിമാനത്തോടെ എനിക്ക് എന്റെ മോളെ മോത്തെങ്കിലും നോക്കണ്ടേ? ഇനിയിപ്പോ നമ്മൾ കള്ളനെ കണ്ടുപിടിച്ചു, സ്വർണം തിരിച്ചേൽപ്പിച്ചു എന്ന് വിചാരിക്കുക. ഈ പോയ അഭിമാനം തിരിച്ചു കിട്ടൂ? മനസമാധാനം കിട്ടുമല്ലോ. സത്യം പറഞ്ഞ എനിക്കിപ്പോ കണ്ണടയ്ക്കാൻ പേടിയാ. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. സാധാരണ ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കേസുകളിൽ ആദ്യം CCTV പരിശോധിക്കും. പിന്നെ ഈ രീതിയിൽ മോഷണം നടത്തിയിട്ടുള്ള കള്ളന്മാരുടെ ഒരു ലിസ്റ്റ് എടുക്കും. എൻ്റെ അറിവില് ജ്വല്ലറി മോഷണം നമ്മുടെ ഈ കൊട്ടാരക്കര കുണ്ടറ ഭാഗത്ത് 97 നടന്നിട്ടുള്ളത്. അന്നത് അന്വേഷിച്ചിരുന്നത് റിട്ടയറായ രാജേഷ് സാറാ. കള്ളനെ പിടിച്ചു, എലവത്തൂരുള്ള ഒരു ശശി. പക്ഷെ ഈ രീതിയിലായിരുന്നില്ല ആ മോഷണം. അത് ഈ ചുമര് തുരന്ന് ലോക്കർ പൊളിച്ച് മൊത്തം സ്വർണം കൊണ്ടുപോയി. പിന്നെ ജ്വല്ലറി മോഷണം ഈ ഏരിയയിൽ നടക്കുന്ന ഇപ്പോൾ രാമേട്ടൻ്റെ ജ്വല്ലറിയിലാണ്. അല്ലാത്ത കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പോക്കറ്റടി, ബൈക്കിൽ വന്ന് മാല വർക്കില്, ആളില്ലാത്ത വീട്ടിൽ കയറി മോഷണം. പലപ്പോഴും കേസ് തെളിയാറൊന്നുമില്ല. ശശി എവിടത്തുകാരനെന്നാ പറഞ്ഞേ? ചേട്ടൻ വെറുതെ ഒന്ന് സമയം കളയല്ല. എനിക്കൊരു കാര്യം അറിയണം, എന്നിട്ടേ പോകും. ചേട്ടാ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. പുള്ളി സമ്മതിക്കുമെന്ന് അറിയില്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും.
ശശിയേട്ടാ അയാള് കാണാതെ പോകത്തില്ല. ചേട്ടൻ ഒന്ന് സംസാരിച്ചു നോക്കിയേ. നീ ഇതൊന്ന് പിടിച്ചു, ഞാൻ അയാളെ പറഞ്ഞു വിട്ടിട്ട് വരാം. ഇതെന്ത് കഷ്ടമാണെന്ന് ആലോചിക്കണം. അല്ല, എന്നാ ഉദ്ദേശം? എന്റെ സ്വർണം ചേട്ടാ, ഞാൻ പറയണമെന്ന് വിശ്വസിക്കുക. ഞാൻ ഈ മോഷണമൊക്കെ നിർത്തി ഈ ശരീരം ഇവിടെ പണിയെടുത്ത് ജീവിക്കുക. പിന്നെ മോഹന സാറ് പറഞ്ഞത് പണ്ട് ഞാൻ നല്ല കള്ളനായിരുന്നു, ഇപ്പൊ അതൊക്കെ നിർത്തി. ഇത് ഞാൻ ചെയ്തിട്ടില്ല ചേട്ടാ. എന്റെ 2 മക്കളാണ് സത്യം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്കും നിങ്ങൾ. ചേട്ടാ, ഇവിടുന്ന് ഒന്ന് പോയിത്താ. ചേട്ടാ ഒന്ന് വന്നേ. ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴേ പുറത്തുള്ളവരാരും ആയിരിക്കല, അറിയാവുന്നവരാരുവാ. ചേട്ടൻ അത് ശ്രദ്ധിച്ചോ. ചെല്ല്. ഇതൊന്നും നോക്കി, ഇത് കൊള്ളാല്ലേ? ആ വർക്കുകളൊന്നും എടുക്കും. നന്നായിട്ട് ചേർന്നു. ഡാർക്ക് കളറായോ? എന്തായി ചേട്ടാ? ഇത്തിരി കൂടെ ക്ലിയർ ആയിട്ട് കിട്ടൂലേ? ഇത്രേ കിട്ടുള്ളൂ. ആ പോയത് ആരാലേ? ആ ജ്വല്ലറിയിലെ സെക്യൂരിറ്റിക്കാരനോ. ഇപ്പൊ ഉള്ള ജോലിയും പോയി ഇവിടെ ഇങ്ങനെ നടക്കുക. പാവം. ആ നീല ഒന്നും എടുക്കും. അമലേ. ഓ ചേട്ടാ പറ. എന്താ ഒരു ഉപകാരം ചെയ്താടാ. എന്താട്ടാ? എനിക്ക് ആ CCTV വിഷ്വൽ ഒന്ന് കാണിച്ചേടാ. ചേട്ടാ, മുതലാളിയോട് ചോദിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾ അറിയത്തില്ലടാ, ഒന്ന് കണ്ടാ മതി. മുതലാളി അറിഞ്ഞാൽ പ്രശ്നമാവും. അറിഞ്ഞാലല്ലേ. ചേട്ടാ ഒരു കാര്യം ചെയ്യും, പോയിട്ട് മുതലാളി ഉള്ളപ്പോ അപ്പൊ നോക്കാം. അയാൾ ചെയ്യൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചത്തെ CCTV ഒന്ന് കാണിച്ചു തരൂ. തിരക്കുള്ള സമയട്ടാ, ഇപ്പൊ ഒന്നും പറ്റത്തില്ല. ശരി. അവിടെയെങ്കിലും ഞാനൊരുത്തരെയും കണ്ടില്ല. അല്ലെങ്കിൽ ഈ കക്കാൻ കയറുന്നവന്മാരെ വെട്ടം വീഴുന്നതിന് മുമ്പേ തടി തപ്പും. ഇനിയിപ്പോൾ അവന്മാരെ കിട്ടിയാലെന്നാ പ്രയോജനം? അവന്മാരൊക്കെ അത് എപ്പോഴേ വിറ്റ് കാശാക്കി കാണും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചിലപ്പോൾ അവന്മാരെ പോലീസുകാരെ പേടിച്ച് വിൽക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാലും എൻ്റെ അണ്ണാ, നിങ്ങളുടെ അന്നത്തെ കിടപ്പ് കണ്ടപ്പോണ്ടല്ലോ നമ്മുടെ നെഞ്ചു പാളിപ്പോയി. മുമ്പോട്ടൊരു വെളിച്ചവും കാണുന്നില്ലല്ലോടാ. നിങ്ങളൊന്ന് ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ ഉള്ളത്. എല്ലാം ശരിയാവും. അതെ, സമയം 6 കഴിഞ്ഞു. ഇരുട്ടുന്നതിന് മുമ്പേ ഞാൻ ഒരു റൗണ്ട് അടിച്ച് ഈ ഫ്ലാസ്ക് കാര്യമാക്കിയില്ലെങ്കിലേ പണി കിട്ടും. അതെ, നമ്മുടെ ഒരു കൊച്ചിന്റെ ഒരു നിശ്ചയമാണ്. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുക്കണം. ദേവുവിന്റെ അനിയത്തിയുടെ അല്ലേ? ആ അതെ. എന്നിട്ട് വേണു എന്തേ? അവന്തോ വണ്ടി ഇരിപ്പുണ്ട്. വണ്ടി കയറിക്കേ. ഇവിടെ മേക്കപ്പിന് നിഷ വരും. 1500 കൊടുക്കണം. എന്തൊക്കെയോ ആലോചനയിലാണല്ലോ ഇപ്പോഴും. വേണോട്ടാ, പിന്നെ ഇന്ന് രാവിലെ ആ സ്വർണ്ണക്കുറിക്ക് വേണ്ടിയിട്ട് പോയ ജ്വല്ലറി ഇല്ലേ, നമുക്ക് അവിടെ ചേരണ്ടേട്ടാ. അവിടെ അത്ര സേഫ് അല്ല അന്ന്. ഞാനിന്ന് ലീലയുടെ കടയിൽ പോയപ്പോഴാ അവര് പറഞ്ഞേ അവിടെ മോഷണം നടന്നിട്ടുണ്ടായിരുന്നു.
വേണോട്ടാ, ഇത് എന്ത് കിടപ്പാ കിടക്കുന്നേ? എന്തു പറ്റി? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പൊതുങ്ങിയില്ലേ? പിന്നെന്താ? പിന്നെ കഴിഞ്ഞ ദിവസം എന്നെ മോളേന്ന് വിളിച്ചില്ലേ? അതുപോലെ ഒരു പ്രാവശ്യം കൂടി വിളിക്കോ? ആഹാ, അത് ശരി. വലിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വേണുവേട്ടാ, എന്താ വേണുവേട്ടാ? എടി, ഞാനൊരു കാര്യം പറഞ്ഞാ നീ സമാധാനമായിട്ട് കേൾക്കണം. എന്താ? കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ലടി. ഇത് നിന്നോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. എന്താ കാര്യം? മോളെ, നീ നേരത്തെ ഒരു ജ്വല്ലറിയുടെ കാര്യം പറഞ്ഞില്ലേ? ആ, അത് ചെയ്തത് ഞാനാ. അറിയാലോ, ഞാൻ ഒരുപാട് വഴികൾ നോക്കി, പറ്റിയില്ല, പറ്റിപ്പോയി. നീ എന്തിനാടാ അവളോട് പോയി പറഞ്ഞേ? അവളെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചണ്ണ. എന്നിട്ട് അവളെ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ 2 ദിവസമായി ഉറങ്ങിട്ട്. നിനക്ക് അറിയാമോ അത്? എല്ലാം കൊണ്ട് തൊലച്ചിട്ട് ഞാൻ ആ കൊച്ചിനെ നീ എങ്ങനെ നോക്കും? വക തരുവില്ല. വേണം കൊടല് കത്തിപ്പോല്. എന്ത് ഇങ്ങനെയല്ല. ആ കൊച്ചിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അബദ്ധമല്ലേ കാണിച്ചേ? വേണം ഇങ്ങോട്ട്. ഇത് ശരിയല്ല. പറയുന്ന മനസ്സിലാക്ക്. വേണോ? എന്തുവാണ്? ഇനി നീ അബദ്ധമൊന്നും കാണിക്കരുത്. അണ്ണാ, എനിക്ക് അയാളെ കാണാൻ പോണം. ആരെ? ആ സെക്യൂരിറ്റി. അയാളെ കണ്ട് പറയണോ എനിക്ക്? നിങ്ങളെ വണ്ടി കേട് കൊണ്ടുപോയി കഷ്ട കള്ളന. ആ പേരൊരിക്കലും മാറില്ല.
എന്താ മോഹനെ ഇയാളെ എവിടെ കൊണ്ടിരുത്തിയേക്കണേ? അത് നൈറ്റ് പെട്രോളിങ്ങിന്റെ ഇടയിൽ ആ ജ്വല്ലറിയുടെ അടുത്ത് ഒറ്റയ്ക്ക് നിൽക്കണുണ്ടപ്പോ. എന്തിനാണ് വെറുതെ രാത്രി കറങ്ങി നടക്കുന്നത്? വീട്ടിൽ പോയി കൂടെ? ഇനിയിപ്പോ എന്തായാലും രാവിലെ വിട്ടാൽ മതി. സർ, വണ്ടി കാശൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒന്ന് നോക്കിയേ. സർ. രാമേട്ട കിടന്നോ, നാളെ രാവിലെ ഞാൻ വിളിച്ചോളാം. രാത്രി ഉറങ്ങി ശീലമില്ല സാർ. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അല്ലേ രാമേട്ട? കൊറേ ഓടി, ഇനിയും ഓടും. രാമേട്ട എന്തായാലും നാളെ വീട്ടിൽ പോകണം. ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ കഴിയുമ്പോൾ ഈ മൈൻഡ് സെറ്റൊക്കെ മാറും. പോണം, പോവാം. ആ സ്വർണം തിരിച്ചു കൊടുത്തിട്ട് പോവാം. ഈ പറഞ്ഞത് നടക്കുന്ന കാര്യമില്ല എന്ന് ഇന്നുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ? ഇനിയും ഇതിന്റെ പിന്നാലെ നടക്കണോ രാമേട്ട? മോഹൻ സാറേ, ഇവിടെ നിൽക്കുമ്പം എനിക്ക് ചില പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്ന എല്ലാവരുടെയും മുമ്പിൽ കള്ളനായി പോവില്ലേ? ഒരു കാര്യം ചെയ്യാം, രണ്ടും കൽപ്പിച്ച് രാമേട്ടൻ നാളെ സി എന്ന് വീട്ടിൽ പോയി കാണും. ആളെ ഈ പുറമേക്കുള്ള ബലം എടുത്തുള്ളൂ, ശുദ്ധന. സാറ് വിചാരിച്ച് എന്തെങ്കിലും നടക്കും. നടക്കുവോ? നമുക്കൊന്ന് ശ്രമിക്കാലോ രാമേട്ട? അല്ല, ഈ കള്ളനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശം? യുദ്ധം ചെയ്യാനാ? യുദ്ധം ഒന്നിനും പരിഹാരമല്ലല്ലോ സാറേ. എനിക്കെൻ്റെ മുതലാളിയുടെ സ്വർണം തിരിച്ചു കിട്ടിയാൽ മതി. സാറേ നല്ല പറ്റ കേട്ടോ ഇവൻ. തന്നെയാണല്ലോടാ, ഇറങ്ങണേ കൊണ്ട്. നേരെ നടക്കടാ, വായിങ്ങോട്ട് നടക്കണം. പിടിച്ച് കയറ്റം കൊണ്ട്. കുഴപ്പമില്ല, സമാധാനം ഉണ്ടാക്കാം. വാ 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 വാ, നടക്ക്. മോനാ, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണ്, കേസ് ചാർജ് ചെയ്യണം. ഇരിയടാ അവിടെ. എന്തു പറ്റി? പിന്നെയും പെമ്പറന്നാത്തിയായിട്ട് വഴക്കായോ? എടോ, ID കാർഡ് എടുക്ക്. ഇല്ല. എന്നാ പേരും അഡ്രസ്സും പറ. വേണു, കരിപ്പുറ കൊണ്ടുവന്ന. കരിപ്ര വീട്ടിലെ ട്രാഫിക്കിലുണ്ടായിരുന്ന ഗോപാലൻ നായരുടെ മകനാ? രാമേട്ടന് ആളെ മനസ്സിലായ? തന്തേ പറപ്പിക്കാനായിട്ട് ഓരോരുത്തന്മാര്. എന്തായാലും പെറ്റടച്ചേക്ക്, 2 ആൾ ജാമ്യം വേണം. പേടിക്കണ്ട, അച്ഛൻ ഒരുപാട് പരിചയമുള്ള ആളാ. സാർ, കേസാക്കരുത്. അതെന്താ രാമേട്ടാ? നമ്മുടെ ഗോപാലേട്ടൻ്റെ മോനല്ലേ സാറേ, വിട്ടേക്ക് സാർ. എടോ,
രാവിലെ പൊക്കോണം. ഇനി പിടിച്ച അച്ഛന്റെ കെയർ ഓഫ് നോക്കില്ല കേട്ടാ. സാർ നമസ്കാരം. താനോ? എന്താ കാര്യം? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. മോഹൻ സാർ സാറിനെ വന്ന് കാണാൻ പറഞ്ഞു. ഇരിക്കെ. ഇരിക്കടോ. എന്താ കാര്യം? ആ സ്വർണം മോഷ്ടിച്ചതാരാന്ന് സാറൊന്ന് കണ്ടുപിടിച്ച് തരണം. എടോ, ആ റോബറി കേസ് ആണെങ്കിൽ കംപ്ലൈന്റ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തന്റെ മുതലാളിയിലെ പറഞ്ഞ കേസൊന്നും ഇല്ലെന്ന് അയാൾ എന്നെ MLA കൊണ്ട് വരെ വിളിപ്പിച്ചു. ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിലധികം പണിയുണ്ട്. ആദ്യം അയാൾ ഇനിഷ്യേറ്റീവ് എടുക്കട്ടെ, എന്നിട്ട് നോക്കാം. സാർ, കുക്കായിട്ടാണെങ്കിലും 10-20 കൊല്ലം രാജ്യത്തെ സേവിച്ച ഒരാളാണ് സാർ ഞാൻ. കാര്യമായ നീക്കിയിരിപ്പൊന്നുമില്ല. കാവല് നിൽക്കാനുള്ള കൊതിയുണ്ടാ സെക്യൂരിറ്റി ആയത്. ഇപ്പൊ ജോലിയും പോയി, മാനവും പോയി. നാട്ടുകാരുടെ മുമ്പിൽ തലനൂത്ത് നിൽക്കാനെങ്കിലും സാറൊന്ന് സഹായിക്കണം. താനൊരു കാര്യം ചെയ്യേ, സ്റ്റേഷനിലേക്ക് ചെല്ല്. ഞാൻ മോഹനെ വിളിച്ച് പറയാം. താ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കുക. ഞാൻ ഒന്ന് അന്വേഷിക്കാം. അയ്യോ, അത് വേണ്ട സാർ. അത് മുതലാളിക്ക് കുഴപ്പമാ. റിട്ടേൺ കംപ്ലൈന്റ് കിട്ടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ച് പണിയുണ്ട്. ഞാൻ ഇത്തിരി ബിസിയാ. ഓക്കെ, താൻ ചെല്ല്. ഞാൻ ചുമ്മാ അങ്ങോട്ട് വന്നാണേ. സാധനം ഇറക്കി വെച്ചു മുങ്ങരുത്. നീയൊക്കെ ഇവിടെ തന്നെ കാണണം. ഇവിടെ തന്നെ കാണും ചേട്ടാ. നിശ്ചയം കഴിഞ്ഞ ഞാനും മോളും അങ്ങ് അമ്മയുടെ കൂടെ പോവും. നിങ്ങൾ അറിയാതെ തയ്ച്ചു കിട്ടുന്ന കാശിന്ന് മിച്ചം പിടിച്ച് ബാങ്കിൽ ഒരു കുറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എത്ര കിട്ടുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളെടുത്ത സ്വർണവും സ്വർണത്തിന്റെ കാശോ തിരിച്ചു കൊടുത്തിട്ട് എന്നെ മോളെ കാണാൻ വന്നാ മതി. പിടിക്ക്. മോളെ, റേഷൻ കാർഡിലെ മരുമോളുടെ പേര് ചേർക്കാനാ. മുമ്പ് റേഷൻ കാർഡിലെ പേരുണ്ടായിരുന്നു. അത് വെട്ടിയെന്റെ മെസ്സേജും വന്ന്. ആധാർ കാർഡിന്റെ കോപ്പി വേണം. ഈ ഫോം ഫിൽ ചെയ്ത് ഇതില് പഴയ റേഷൻ കാർഡിന്റെ ഉടമയുടെ സൈനും വേണം. ഓ, മോളിത് പോയി സൈൻ ചെയ്. അല്ല മോളെ, കവലയിൽ ആൾക്കാർ എന്തൊക്കെയോ പറയുന്ന കേട്ട്, നേരാണോ? എന്ത്? അല്ല, രാമനാഥനെ പോലീസ് പിടിച്ചെന്നോ സ്വർണം മോഷണം പോയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കേട്ടു. ഞാനിതൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. എനിക്കറിഞ്ഞൂടെ രാമനാഥനെ. ചേച്ചി വിശ്വസിച്ചോ? അപ്പം നിന്ന് ജ്വല്ലറിയിൽ മോഷണം നടന്നു, സ്വർണം പോയി, അപ്പം സ്റ്റേഷനിലും ആയി. ചേച്ചി എന്നാ ഫോം ഫില്ല്. ശരി എന്നാ. മോളെ, അപ്പനിപ്പ എവിടാ? ഞാനിവിടെ ടൗണിലുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല. എന്താ? ഇല്ല, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പൊ എന്നെ കിട്ടാൻ വേണ്ടി ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചോന്ന് അറിയാം. അവിടെ എല്ലാരും അറിഞ്ഞല്ലേ?
ഏയ് അങ്ങനൊന്നുമില്ല. അപ്പ എന്നാ വരണേ? ഞാൻ ഉടനെ വരാം. എങ്കിൽ ശരിയപ്പാ, എനിക്ക് ജോലിയുണ്ട്. ഞാൻ വയ്ക്കുവാ. വെച്ചോ. ചായ. ചേട്ടന്റെ പട്ടി എന്നും ഇവിടെ വന്ന് കുരക്കുന്ന കാണാലോ. എടാ, നിന്റെ മുതലാളിയുടെ അടുത്ത് ചോദിച്ചത് തന്നെ ഞാൻ നിന്റെ അടുത്തും ചോദിക്കുക. ഇവിടുത്തെ ഫുഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഞാനെന്നും ഫുഡ് ഇവിടുന്നല്ല കഴിക്കുന്നത്. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഞാൻ എങ്ങനെടാ അന്ന് ബോധം കെട്ട് ഉറങ്ങിപ്പോയത്? ഹരിയണ്ണൻ എന്നും ഫുഡ് ഉണ്ടാക്കി തരും, ഞാനത് നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങൾക്ക് എന്തൊരു വിശ്വാസം ഇല്ലാത്ത പോലെ. വേണമെങ്കിൽ തൊത്തിയണ്ണനോട് ചോദിച്ചു നോക്ക് നിങ്ങള്. അതാരടാ തൊത്തി? തൊത്തിയണ്ണൻ എന്നും ഇവിടെ വരുന്നതല്ലേ, എന്റെ നാട്ടുകാരൻ. ആ നാളെ രാവിലെ 10:30 മുഹൂർത്തം. 2 മാസം കഴിഞ്ഞേ കല്യാണം ഉള്ളൂ. ചെക്കന് ദുബായിൽ എന്താ ജോലി? അവിടെ മാളിലെ മാനേജരാ. ചേച്ചി പാല എവിടെ വെക്കണ്ടേ? അങ്ങോട്ട് ഒതുക്കി വെച്ചോ. ആ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ വേണുവിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചല. വാർപ്പൊക്കെ കഴിഞ്ഞിരിക്കുക. വേണു പുതിയ വീടൊക്കെ വെച്ചോ? പഴയ തറവാട് വീടായിരുന്നു, അത് പൊളിച്ചു പണിയാ. 2 നിലയാ. അമ്മേ, ചേച്ചി എവിടെ? അവളെ ഇങ്ങോട്ട് കണ്ടില്ല, റൂമിൽ കാണും. ഇത് കഴിയാറായോ? അല്ല, ഇത് കഴിയുവാണെങ്കിൽ നമുക്ക് ചായ ഇടായിരുന്നു. ആൾക്കാരൊക്കെ വരുന്നതാ. പെട്ടെന്നായിക്കോ. വിഷ്വൽ ഞാൻ കണ്ടിട്ടില്ല, സാറിന്റെ കമ്പ്യൂട്ടറിലാ. എടാ, അതെനിക്കൊന്ന് കാണണോടാ. നീ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് താടാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി, ആയിക്കോട്ടെ. സാർ, ഇത് 1 പവനും ചില്ലറുണ്ട്. ഇന്നത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാമിന് 3300 രൂപ. ബെന്നി. സാർ ഇപ്പൊ വരാം, നോക്കിയോണേ. ശരി സാർ. ജോബി സാർ അന്ന് ഈ വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്തതാണ്. ഈ ഒരു ഒറ്റ വിഷ്വൽസ് മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ക്ലാരിറ്റി ഉള്ളത്. രാമണ്ണന് തൊത്തിയണ്ണന് മനസ്സിലായില്ലേ? കാലിന് മുടന്നില്ല. അന്ന് രാത്രി കട അടക്കുമ്പോ തൊത്തിയണ്ണൻ ഇവിടെ വന്നിരുന്നു. രാമണ്ണന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊത്തിയണ്ണനോട് ചോദിച്ചു. രാവിലെ പൂ മേടിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ദേവന്തി അവള് തലവേനയായിട്ട് കിടക്കുക. മോനെ, ഇത് കരയാവത്തിന്ന് കിട്ടിയ നിശ്ചയെക്കുറിച്ചേട്ടാ. നാളെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മോൻ വേണം ഇത് വായിക്കാൻ. വേണോേ, നീ ചെന്നിട്ട് ആ ദേവുവിൻ്റെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. നീ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കാതെ അങ്ങോട്ട് കയറി സംസാരിക്കും. നാളെ ആളുകൾ വരുന്നതാണ്. അതെ, നീ കാര്യങ്ങളെല്ലാം മയത്തെ പറഞ്ഞ് മനസ്സിലാക്ക്. ചെല്ല്, ചെല്ലെന്ന് ചൊല്ല്. എടാ, കസേരയൊക്കെ ഒന്ന് പറക്കിട്ടാ. എനിക്കൊരു ചായ.
രാവിലെ ഇരിക്കുന്നു. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. ഡാ, അമ്മ ഭയങ്കര പാവല്ലേ? ഞങ്ങള് കുറേ നേരം സംസാരിച്ചു. രാവിലെ ചിക്കൻ എടുക്കാൻ പോണം. രാവിലെ 4 മണിക്ക് വരാം. നിങ്ങൾ കഴിക്കാം. തൊത്തി നാളത്തെ ചടങ്ങിനുള്ള സാധനങ്ങളും പൂക്കളും ഒക്കെ വാങ്ങിച്ചോ? അത് ദൈവന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്പറൊക്കെ. രാവിലെ ഞാൻ പോയി മേടിച്ചോളാം. കുതിരൊക്കെ വേണമല്ലോ. എടി നാളെ നേരത്തെ എഴുതേക്കണം. ഫോൺ വെച്ചിട്ട് പോയി കിടക്ക. എടാ തോത്തി, നിന്നെ അന്വേഷിച്ച ആരണ്ട വന്നിരിക്കുന്നത്? ആര്? എനിക്കറിയില്ല. ചായ താനത്തോ? ഇല്ല, ഒരു ഗ്ലാസ് ഒഴി. നാലെണ്ണം വെച്ചിട്ട് കേട്ടോ. എന്താ വേണ്ടേ? പുറത്ത് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു. നീ നിങ്ങൾക്ക് എങ്ങനെ ഇത് പറ്റുന്നു? നിങ്ങൾ ഇനി എന്റെ അടുത്തൊന്നും പറയരുത്. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ ഞാൻ തല്ലിപ്പോകും. ഞാനാ ചെയ്തത്. ഞാനാ പറ്റിപ്പോയി. തൊത്തിയണ്ണല്ല, ഞാനാ. എനിക്ക് വേണ്ടിയാ തൊത്തിയണ്ണ ചെയ്തത്. ചേട്ടാ, ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയായി പോയി. ഈ കല്യാണം എന്റെ അടച്ചാ തീരാത്ത ലോൺ. ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്യില്ലായിരുന്നു ചേട്ടാ. നിവൃത്തി ഇല്ലാണ്ടായി പോയി. ചേട്ടാ, ചേച്ചി ഇതാരാ ഏട്ടാ? വേണുവിന്റെ അച്ഛന്റെ കൂട്ടുകാരനാ. പഴയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. മോളെ നിശ്ചയിപ്പല്ലേ? അതെ. നന്നായിരിക്കട്ടെ. അമ്മ വിളിക്കണ്ട്, ഞാൻ പോയിട്ട് വരേ. ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും എന്ന് വെച്ച് ഇങ്ങനെ ചിന്തിക്കരുത്. ഇങ്ങനെ ആരോടും ചെയ്യുകയരുത്. അച്ഛനെ ഓർക്കണം കേട്ടോ മോനെ.